ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. കഴിഞ്ഞ ദിവസമാണ് ഞാൻ നമ്മുടെ യൂട്യൂബർ ഷെഫീന ബീവിക്കെതിരെ ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. ആ പരാതി നൽകിയതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് അവരുടെ ചിത്രവും അവരുടെ ചാനലിൻ്റെ ബാനറും ഞാൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു യൂട്യൂബർ എനിക്കൊരു കമൻറ്റ് ഇട്ടു, ഈ വീഡിയോയ്ക്ക് അവർ സ്ട്രൈക്ക് തരും, അതുകൊണ്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതുമൂലം ആ വീഡിയോ പ്രൈവറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇത്രയും പറഞ്ഞത് ഈ വീഡിയോ, അതായത് ഞാൻ ചെയ്ത വീഡിയോ കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പാണ്. ഇനി ഈ വീഡിയോ ആ വീഡിയോ കാണാത്തവർക്കുള്ള അറിയിപ്പാണ്. ഞാൻ എന്തിന് അവർക്കെതിരെ കേസിന് പോയി എന്ന് ഞാൻ പറയാം. ഞാനൊരു യൂട്യൂബറാണ്. യൂട്യൂബിൽ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. അധികം ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കിതിൽ നിന്ന് വരുമാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ നാളെ എൻ്റെ ചാനൽ മോണിറ്റൈസായി അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു യൂട്യൂബറുമായിട്ട് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ചാനലിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അയാളുടെ മതത്തെ അപമാനിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യില്ല. കാരണം അതെൻ്റെ സംസ്കാരമല്ല. ഞാൻ എല്ലാ മതങ്ങളെയും തുല്യമായി തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീഡിയോസിനകത്ത് 1-2 വീഡിയോസിനകത്ത് ഞാൻ ചില ഇൻസിഡൻറ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം വ്യക്തമായിട്ട് തെളിവും കാര്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. അതായത് SFIയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടികൾക്കെതിരെ നടക്കുന്ന ഒരു ലൈംഗിക അതിക്രമത്തിൻ്റെ അത് എവിഡൻസ് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. വാർത്താമാധ്യമങ്ങളിൽ വന്ന ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് അല്ലാതെ ഞാൻ അധികം മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചർച്ച ചെയ്യാണ്ട് താല്പര്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഷീതലിസം എന്ന ചാനലിൽ ഷീതൽ എന്ന ചേച്ചി, അവർ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സ്കൂളുകളുടെ പ്രവൃത്തി സമയം കൂട്ടിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയതിനെ ചില മതസംഘടനകൾ എതിർത്തതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പങ്കുവച്ചു. അതിനെ ഈ ഷെഫീന ബീവി എടുത്ത് റിയാക്ട് ചെയ്തു. അത് മറ്റൊരു ബ്ലോഗർ എടുത്ത് ഷീതലിനെ ഒരുമാതിരി വൾഗറാക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തു. അതിനെതിരെ ഷീതൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ആ വീഡിയോ വീണ്ടും അതായത് ഷീതൽ പ്രതികരിച്ച ആ വീഡിയോ ഷെഫീന ബീവി എടുത്ത് റിയാക്ട് ചെയ്തു. അതിനകത്ത് ഷീതലിനെ തീർത്തും അപമാനിക്കുന്ന തരത്തിൽ ആണ് വീഡിയോ ചെയ്തത്. ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടുമാണ് ആ വീഡിയോ ചെയ്തത്. അതിലെന്തായാലും ഷീതൽ പരാതിക്ക് പോവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ആ വീഡിയോയ്ക്ക് അത് പരാതി കൊണ്ട് പോകാൻ ഇടയായ സാഹചര്യം പറയാം. അത് മറ്റൊന്നുമല്ല, ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്. എപ്പോഴും ഒന്നും ക്ഷേത്രങ്ങളിലും മറ്റും കാര്യങ്ങളിലും പോകുന്നില്ല. ഞാൻ കഴിവതും അമ്പലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത്തരം വിശ്വാസങ്ങളിൽ കുറച്ച് തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ മതഗ്രന്ഥങ്ങൾ, അത് രാമായണം മഹാഭാരതം അല്ലെങ്കിലും എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നാഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. അതാണ് ബൈബിളും ഞാൻ വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യാനായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഷെഫീന ബീവി ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഹിന്ദു ദൈവങ്ങളായ അയ്യപ്പനെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മഹാവിഷ്ണു പരമശിവൻ, അതായത് അയ്യപ്പൻ്റെ ബർത്തുമായിട്ട് ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം, ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്രം, പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേരെനിക്ക് കിട്ടുന്നില്ല. ഇത്രയധികം ക്ഷേത്രങ്ങളെയും അവഹേളിച്ചും അപമാനിച്ചും കൊണ്ട് അവരൊരു ആ വീഡിയോയിൽ കുറേ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പഞ്ചഗവ്യം, അത് ഏറ്റവും വിശുദ്ധമായി കരുതപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അതിനെയും അപമാനിച്ചും അവഹേളിച്ചും കൊണ്ടാണ് അവർ ആ വീഡിയോയിൽ കുറേയധികം പരാമർശങ്ങൾ നടത്തിയത്. ഈ പരാമർശങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവർക്കെതിരെ കേസിന് പോയത്. അതിന് ഒന്നാമത്തെ കാര്യം, എൻ്റെ വിശ്വാസതയാണ് അവർ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തത്. അവർ വിശ്വാസി എന്ന നിലയിൽ എൻ്റെ മതവികാരമാണ് അവിടെ വ്രണപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെതിരെ കേസിന് മുന്നോട്ട് പോയത്. പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മയെക്കാളും പ്രായമുള്ള ഒരു സ്ത്രീയെ ഞാൻ എന്തിന് സ്റ്റേഷനിൽ കയറ്റാൻ നോക്കുന്നു എന്ന് ചിലർ ചോദിച്ചുകൊണ്ട് വരാം. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ പറയാം. അതായത് ഇവർ ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രങ്ങളെ മറ്റും അവഹേളിച്ചുകൊണ്ടുള്ള ഒരു കണ്ടൻറ്റ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരെ ആരും ഞാൻ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഷൻ ചെയ്യുന്നില്ല. അവരെടുത്ത് ആ ഭാഗങ്ങൾ മാത്രം കട്ടിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇട്ട് കഴിഞ്ഞാൽ, അത് ഞാൻ ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹത്തിന് ഏൽക്കുന്ന മറ്റൊരു വ്രണമാണ്. അന്നേരം സ്വാഭാവികമായിട്ടും ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന എൻ്റെ ഈ മതവിഭാഗത്തിൽ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കും. അതും ഇത്തരത്തിൽ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവഹേളിച്ചുകൊണ്ടാകാൻ സാധ്യത കൂടുതലാണ്.
കാരണം അങ്ങനെ ചെയ്യുന്ന നിരവധി ഇൻസിഡൻറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത് സമൂഹത്തിലൊരു വർഗീയ ചേരിതിരിവിനും വർഗീയ സംഘർഷത്തിനും വരെ അല്ലെങ്കിൽ കലാപങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്നൊരു കണ്ടന്റാണ് അവരെടുത്ത് വെച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവർക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് അവർ മുന്നോട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ വിഷയത്തിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ, അതായത് ഞാൻ ആവശ്യപ്പെട്ടിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവർക്കെതിരെ നിയമ നടപടി എടുക്കുക. പിന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുവാൻ ഇവരുപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള യൂട്യൂബ് ചാനൽ, ആ ചാനൽ ബാൻ ചെയ്യുക. ഇത്ര ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കോടതിയെ സമീപിക്കും. കാരണം എനിക്ക് കോടതി കയറി ഇറങ്ങിയൊന്നും എക്സ്പീരിയൻസ് ഇല്ലെന്ന് ഷെഫീന ബീവി വിചാരിക്കരുത്. കഴിഞ്ഞ 10-11 വർഷക്കാലത്തോളമായിട്ട് ഞാൻ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട്, അതായത് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ കോടതിയിലും മറ്റും കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടില്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കെതിരെ ഇനിയിപ്പം നിങ്ങൾ തെറിവിളിയായിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്താലും എന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഞാൻ ഇത്തരത്തിലുള്ള നിരവധി ചിഹ്നവിളികൾ കേട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്തും ഭയമില്ല. പിന്നെ എൻ്റെ പാസ്റ്റും ചിക്കിച്ച് കഴിഞ്ഞുകൊണ്ട് വരാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഒന്നും തപ്പേണ്ട വരത്തില്ല. കാരണം എനിക്കധികം ഇങ്ങനെ ഒന്നും ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഒന്നും ഇല്ല. പിന്നെ എൻ്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ ചിക്കിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ എൻ്റെ രാഷ്ട്രീയം എന്തെന്ന് ഞാൻ ഇതിന് മുൻപ് ചെയ്ത വീഡിയോസിനകത്തെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണേൽ പരിശോധിച്ചെടുക്കാം. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്ക് ഈ ചാനൽ വല്ല റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കാനാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനകത്ത് എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ യൂട്യൂബിൽ വരുന്നത് പണം സമ്പാദിക്കാനല്ല. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല. മറ്റ് മാർഗ്ഗങ്ങളിലൂടെ എനിക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല. ഞാൻ ജോലിക്ക് പോയി തന്നെയാണ് എൻ്റെ കുടുംബം നോക്കുന്നത്. അപ്പോൾ ഇത്ര എനിക്ക് അവരോട് പറയാനുള്ളൂ. പിന്നെ മറ്റൊന്നുകൂടി, എല്ലാവരെയും തെറി വിളിക്കുന്ന കണക്ക് എന്നെ ചുമ്മാ അങ്ങ് ചെന്നം പിന്നം തെറി വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോവുകയും ചെയ്യും. ഏത് കോടതി വേണമെങ്കിലും ഞാൻ പോകും. എന്നെക്കൊണ്ടാവാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കെതിരെ സകലമായ രീതിയിൽ നിങ്ങളെ പൂട്ടാനുള്ള പണി ഞാൻ നോക്കുകയും ചെയ്യും. അത് ഞാനൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഞാൻ അത് അവിടം കൊണ്ടേ പോകത്തുള്ളൂ. അതെൻ്റെ സ്വഭാവമാണ്. അതിപ്പം ഏത് രീതിക്കാണേലും. അപ്പോൾ ശരി, വീഡിയോ മുഴുവൻ കണ്ടവർ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ അവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ളവർക്കും അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ അതായത് എന്നെ തെറി വിളിച്ചുകൊണ്ട് പിന്നെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നവർക്കും കമൻറ്റ് ചെയ്യാം. പക്ഷേ ഇതൊരു ഞാൻ പറഞ്ഞ കണക്ക് ഒരു വർഗീയപരമായിട്ടുള്ള ചേരിതിരിവിലേക്ക് ഇത് പോകരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതിയായ. അതുകൊണ്ടാണ് ഞാൻ ആ കേസ് തന്നെ പോയത്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരിടുന്ന കമൻറ്റുകൾക്ക് മറ്റ് ആളുകൾ കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സഭ്യത പുലർത്തുക. മറ്റൊന്നുമല്ല, എനിക്കങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കാരണമാകാൻ, അതിൻ്റെ ഒരു ഭാഗമാകാൻ താല്പര്യമില്ല.